വെൽക്കം ബാക്ക് ടു സയൻസ് പസ്യൂട്ട്. അപ്പോൾ ഓണമായിട്ട് എന്താ പരിപാടി? നമുക്കൊന്ന് ഓണം കൂടിയാലോ? അപ്പോൾ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് നടക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടാലോ ബാക്കി കാര്യങ്ങളൊക്കെ? ബാ, ഒരു കാര്യം മറന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതൊന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എങ്ങനെയാ, ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അവിടെ അയൽവാസികൾ ഞാൻ കണ്ടു. പഴയ അബുവാക്കളുടെ അത് പാവം സുഖമില്ലാതെ കിടക്കുകയാണ്. ഇങ്ങനെ പറയുന്നത് അവിടുത്തെ ചരിത്ര പശ്ചാത്തലവും ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലമൊക്കെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യവര് അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കും. ഇതാ ഉപയോഗിച്ച് ഇങ്ങനെ കേൾക്കും. എന്തോ ഒരു സന്തോഷമായി മൊബൈൽ ഫോൺ വരാൻ തുടങ്ങി. ഈ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും എന്തില്ല, അറിവിന്റെ കുറവില്ല. പക്ഷെ എന്തോ കുറവുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഏറ്റവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഒന്ന് നിൽക്കും. ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചേ, കൈയൊന്ന് ഏൽപ്പിച്ചാൽ കൈയൊന്ന് പിടിച്ചു. അറിവല്ല പ്രശ്നം. Thank you. Yes. അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റുണ്ട് മൊബൈൽ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാണ്. ഓക്കെ, നമുക്ക് മുബിത്താന് അറിയാത്ത അറിയുന്നുണ്ട്. ഇവിടെ അച്ചാറുണ്ടാക്കും, കിട്ടാത്ത അച്ചാറില്ല. അങ്ങനെയാണ് ഇവിടെ മുബിത്താന് നമ്മുടെ സ്വാഗതം. ഈ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് ഡിസിസിയുടെ കരുത്ത് പറഞ്ഞ ഉമ്മനെയാണ്. മാഷാ അല്ലാഹ്, ഉമ്മ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇന്ന് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കാരണക്കാരും ഉമ്മ തന്നെയായിരിക്കാം അല്ലേ? അപ്പൊ ഞാൻ വെൽക്കം ചെയ്യാണ്. ഉമ്മ ഒന്ന് എത്താത്ത ഒരു സംസാരിക്കാം. ഓക്കെ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. അറിയണമെന്നില്ല. അപ്പോ ഞാൻ കൊമ്പകാട്ടിന്റെ സൈനാണ് കഥാപാത്രമായിട്ടും സഹീമാറ്റിന്റെ രണ്ടാമത്തെ സുബൈദാന്നുള്ള കഥാപാത്രമായിട്ടും ബാബാക്കാന്റെ ഭാര്യ റസിയാന്നായിട്ടും അങ്ങനെ കുറെ കഥാപാത്രമായിട്ടും ഞാൻ എനിക്ക് വല്ലാത്തൊരു പേര്. അത് മേടിച്ചു. കാരണം മിണ്ടാതെ പോകുന്നു കുറയ്ക്കുന്നത്. അത് കെ ഉണ്ടാകുന്ന 500K ആണ് സത്യം. ഇപ്പം 600 ഓക്കെ. ഇനി നമ്മുടെ സിയാഷിക്കുണ്ട്. അത് നന്നായിട്ട് സംസാരിക്കാനും അഭിനയിക്കാനൊക്കെ അറിയാം. ഒരു ഓർമ്മ എന്നെ കണ്ടിച്ചത് അവന്റെ ഡ്രോയിങ് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇനി സാബുട്ടൻ നിങ്ങളുടെ ഔദ്യോഗികമായിട്ട് പരിപാടിക്ക് കഴിഞ്ഞത് ഏറ്റവും കഴിഞ്ഞില്ല. ഫോട്ടോഗ്രാഫറാണ്. കൂടുതലും മനുഷ്യരെക്കാളും കൂടുതലും മൃഗങ്ങളോടാണ് എന്റെ സഹവാസം. മനുഷ്യരോട് അറ്റ്മോസ്ഫിയറൊക്കെ എവിടെ കിട്ടാം, നാട്ടിലെ കിട്ടാം. മനുഷ്യരൊക്കെ പൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വിഷമടിച്ച ഫുഡായിരിക്കും മൊത്തം. അപ്പോ ഞാനിങ്ങനെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ ഇത് അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ മാവേലി എഴുന്നള്ളിയിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കിഴിമുത്തശ്ശി, പിന്നെ കിഴിമുത്തശ്ശിയുടെ പേരക്കുട്ടി സൂരജ്, അവരൊക്കെയാണ് നമ്മുടെ വിളക്ക് കൊളുത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാവേലിയും വിളക്ക് കൊളുത്തുന്നുണ്ട്. ആ രംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവിടെ വന്ന അതിഥികളെയും അവരുടെ സംസാരവും എല്ലാം. നമ്മൾ പറഞ്ഞ ഗസ്റ്റിൽ 3 പേരൊന്നും ലീവായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. പല കാരണങ്ങൾ. 2 പേർക്ക് ഷൂട്ടായിരുന്നു. ഷൂട്ടിൻ്റെ ഡേറ്റ് മാറ്റി. അപ്പോൾ വരാൻ കഴിയില്ലെന്ന് രാവിലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീലാൽ നല്ലയിടവും
അവർക്കും എന്തോ ഒരു അസൗകര്യം വന്നതുകൊണ്ടാണ് വരാതിരുന്നത്. അങ്ങനെ നമ്മുടെ കിടിലൻ മുത്തശ്ശിയും സൂരജും മാവേലിയും കിടിലൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിയും എല്ലാവരും ആ വിളക്ക് കൊളുത്തി. ഇന്ന് നമുക്ക് കേക്ക് കട്ടിംഗ് ആണ് കേട്ടോ. മാവേലിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണയും നമ്മുടെ ഈ മാവേലി തന്നെയായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. ഇതിൽ പുതുതായിട്ട് വരുന്നവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. കാരണം അവിടെ നമ്മുടെ പുള്ളറ്റുമാനൊക്കെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് മാവേലി കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് കാണുന്നതെന്ന്. എന്തായാലും അതൊക്കെ അതിൻ്റെ രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചായി സംഘാടകർക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഓണം സെലിബ്രേഷൻ നടത്തുണ്ടാവും. ആദ്യമായിട്ടേക്കാരം ഒരു മാവേലി കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? സാമ്പാറും സദ്യ കേക്ക്. ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം എപ്പോഴും പറയാൻ അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിലെ MLA നജീബ് കാന്തപുരം അവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. മാഷാ അല്ലാ, എല്ലാവരുടെയും സഹകരണം വളരെ വളരെ വലുതായിരുന്നു. ഞാൻ പലയിടത്തുനിന്നും മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് മ്യൂസിക് വരുമ്പോൾ കോപ്പിറൈറ്റ് വരും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സദ്യയും കൂടി വളർത്തിയതുകൊണ്ട് ഞാനിനി ഒട്ടും ഒന്നും പറയുന്നില്ല. വളരെ സന്തോഷമുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉത്സവം. അതോടൊപ്പം തന്നെ നമ്മുടെ പൂക്കളത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു തരം പൂ മാത്രമേ പൂക്കളാവില്ല. പൂക്കളത്തിൽ തന്നെ ഡൈവേഴ്സിറ്റിയെ പ്രഘോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളെയാണ് ആഘോഷിക്കുന്നത്. പൂക്കളം പോലും വൈവിധ്യത്തെ ആഘോഷിക്കുകയാണ്. താങ്ക് യു സാർ. ഒരുപാട് നന്ദി. നമ്മുടെ സമയം ഒരുപാട് മുന്നിൽ പറയുന്നു. അങ്ങനെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ എന്നും ഈ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഔട്ട്. ബൈ.